കൂടുതലുണ്ട്. അയൺ മുരിങ്ങയെക്കാളും ചീരയെക്കാളും ഒക്കെ 10 മടങ്ങോളം നമുക്ക് മ്യൂട്ട് ചെയ്യൂ. 2 മുതൽ 5% വൈറ്റമിൻ B12 നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഒമേഗ 3 ബ്രക്കോളിനേക്കാളും ചിക്കൻ ബ്രസ്റ്റിനേക്കാളും 5 മടങ്ങ് ധാരാളം കിട്ടുന്നുണ്ട്. ഇനി ആന്റിഓക്സിഡന്റുകൾ 5 മടങ്ങ് അതിന് കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിച്ച് ആണ് നമ്മുടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി വൈറ്റമിൻ എ നമുക്ക് വേണം. പയറിലയില് 10 മുതൽ 20 mg വരെ നമുക്ക് കിട്ടുന്നുണ്ട്. പപ്പായയിലൊക്കെ ആകെ 1 mg ആണ് നമുക്കത് കിട്ടുന്നത്. സ്പൈറലിൽ അങ്ങനെ 10 മടങ്ങ് നമുക്ക് കൂടുതലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. വൈറ്റമിൻ B12 നമുക്ക് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ B12 എടുക്കുകയാണെങ്കിൽ 20 മുതൽ 30 നമുക്ക് എടുക്കാൻ പറ്റും. ബനാന നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ 0.2 ഉള്ളൂ. അപ്പോൾ വളരെ വളരെ കുറച്ച് മാത്രം. വൈറ്റമിൻ സിയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഏതാണ്ട് 10 to 20 mg വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഓറഞ്ചിലേക്ക് നമ്മൾ പോകണമെങ്കിൽ എല്ലാം മൾട്ടിപ്പിൾ ആണ്. സ്പൈറലിനേക്ക് നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഒരു ബാലൻസ് ചെയ്ത് അടുത്ത് വരുന്നുള്ളൂ. അപ്പൊ എല്ലാം നമ്മൾ വൈറ്റമിൻ ഇ എടുക്കുകയാണെങ്കിലും മിനറൽസിന്റെ എടുക്കുകയാണെങ്കിലും ആപ്പിളിലേക്ക് നമ്മൾ പോയിട്ട് സ്പൈറലിന എല്ലാവരേക്കും നമ്മൾ കഴിക്കുന്ന ഏത് സഹായം ആരാണ് ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. സോ മച്ച്. ഇവിടെ ആരാ ഓൺ ചെയ്തല്ലോ. ഇനി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ വുമൻസ് ഹെൽത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ വുമൻസ് ഹെൽത്തിലേക്ക് കടക്കുന്നത് മെൻസ്ട്രൽ സൈക്കിളിനെ റെഗുലേറ്റ് അല്ലെങ്കിൽ പ്രോപ്പർ ആക്കി എത്തിക്കാൻ ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ കറക്റ്റ് ആക്കി എടുക്കാൻ സൈക്കിൾ പ്രോപ്പർ ആക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്? സ്പൈറലിന് പറ്റുന്നുണ്ട്. ഇനി മെൻസ്ട്രൽ ക്രാംസ് വേദന അല്ലെ, പലപ്പോഴും പറയാം അടിക്കാറ് വേദനിക്കുന്നു, മസിൽ വലിഞ്ഞു മുറുകുന്നു, ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ സഹായിക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്? ഇതിനെ പൊട്ടാസ്യം കണ്ടിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി PMS അല്ലെ, പറയുന്ന അവിടെ ഉള്ള omega 3 ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലമേഷനെ, വേദന പോലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഓവുലേഷൻ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് സഹായിക്കുന്നത് ഫ്ലോ പ്രോപ്പർ ആക്കി എടുക്കാനും നോർമൽ കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരേ രീതിയിലാക്കി എടുക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്? ബ്ലഡ് സെൽസിനെ ഡെവലപ്പ് ചെയ്യാൻ, പീരീഡ്സുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബ്ലഡ് സെൽസിനെ ഡെവലപ്പ് ചെയ്യാൻ സ്പൈറലിന സഹായിക്കുന്നുണ്ട്. അനിമിക് ആവാൻ പോസിബിലിറ്റി നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ പ്രശ്നത്തെ പരിഹരിക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്? നമ്മുടെ ആയിട്ട്. ഇനി യൂറിനേറ്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വരണ്ട്. അതുപോലെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റങ്ങൾ, ഗർഭധാരണം പോലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്? നമ്മുടെ സ്പൈറലിനെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള യൂറിനേഷൻ എപ്പോഴും എല്ലാ സഹോദരന്മാരായിക്കോട്ടെ, പ്രിയപ്പെട്ട സഹോദരിമാരായിക്കോട്ടെ, യൂറിനേഷനും മോഷൻ, ഈ ഡോക്ടറെ അടുത്ത് ആദ്യം പോയെന്ന് ചോദിക്കാം മോഷൻ ക്ലിയർ ആണോ അല്ലെങ്കിൽ യൂറിൻ ക്ലിയർ ആണോ എന്നൊക്കെയാണ് ആദ്യം ചോദിക്കുക. അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള നല്ല യൂറിനേഷൻ സഹായിക്കുന്ന വഴി അവരുടെ മെച്ചപ്പെട്ടതാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ മെനോപോസൽ സിംപ്റ്റംസിനെ പരിഹരിക്കാൻ, ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഇനി ബോൺ ഡെൻസിറ്റി അല്ലെ, പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടാൻ വേണ്ടിയിട്ട് ബോൺ ഹെൽത്ത് ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇനി ഫെർട്ടിലിറ്റി